അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും ഉത്തമമായ ഒന്നാണ് ലൈലത്തുൽ ഖദർ നേടുക എന്നത്. കഴിഞ്ഞ ദിവസത്തോടു കൂടി 27-ാം രാവ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ 27-ാം രാവ് കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇബാദത്തുകൾക്ക് ഒരുവിധ കോട്ടം സംഭവിപ്പിക്കല്. കാരണം ഇനിയും ഒരു അവസരമുണ്ട്. 29-ാം രാവ് ചിലപ്പോൾ അതിലായിരിക്കാം ലൈലത്തുൽ ഖദർ വരുന്നത് പോലും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും കൂടി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കാണാനായിട്ട് പോകുന്നത്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് പ്രവാചകന്റെ മാതാവായ ആമിന റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം പ്രവാചകനെ വളരെ ഭദ്രമായി അബ്ദുൽ മുത്തലിബിനോട് ഏൽപ്പിച്ചത് ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയായിരുന്നു. എന്നാൽ കാണാൻ പോയതിനു ശേഷം വളരെ ദുഃഖിതയായിട്ടാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കാണാൻ ഇടയായത്. ഉടനെ തന്നെ പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകൻ പോയത് കൊണ്ട് മാത്രമല്ല എനിക്ക് വിഷമം, ആകാശത്തിൽ നിന്നും ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധമാണല്ലോ ഇല്ലാതായത്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറയുന്നത്. കാരണം പ്രവാചകനെ വേദനിക്കുമ്പോഴും ഈ ഒരു ലോകത്ത് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങിയാണല്ലോ ഭൂമിയിൽ വന്ന് പ്രവാചകനോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലും. ആ ഒരു ബന്ധം ഇനി നിലനിൽക്കില്ലല്ലോ, എന്നേക്കുമായി അവസാനിച്ചല്ലോ എന്ന്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇല്ല, അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 1000ഓളം മലക്കുകളായിട്ട് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. അത് ഏതാ അബൂബക്കർ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, അതാണ് ലൈലത്തുൽ ഖദറിന്റെ ദിനം. അതായത് ഇനിയും നമുക്കൊരു അവസരമുണ്ട്, ഏറ്റവും അവസാനത്തെ അവസരമാണ്. ഇനി നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലൊരു അവസരം കിട്ടുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് അമലുകൾക്കും ഒരു കോട്ടവും വരുത്താതെ ഒരുപാട് അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പോലുള്ള വീഡിയോസ് എന്നും നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കാനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.